നമ്മൾ മലയാളികൾ ആവശ്യത്തിനല്ല അത്യാവശ്യത്തിനുമല്ല എന്താ പറയണ ഒരുപാടധികം കഴിക്കുന്ന ഒരു മാക്രോ ന്യൂട്രിയന്റ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. പക്ഷെ ഇപ്പൊ നോക്കുവാണെങ്കിൽ മൊത്തം ഫിറ്റ്നസ് ഇൻഡസ്ട്രി എന്താ പറയണ മാക്സിമം കാർബോഹൈഡ്രേറ്റ്സിനെ അങ്ങ് ഒഴിവാക്കാനാണ് പറയുന്നത്. ഇപ്പൊ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന ആൾ ഇത്രയ്ക്ക് പ്രശ്നക്കാരനാണോ? നമുക്ക് മൊത്തം ഇന്ന് ഡിസ്കസ് ചെയ്യാം. ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ആയിട്ടുള്ള കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ കാർണിവോർ ഡയറ്റ്, അപ്പൊ ഇങ്ങനെയുള്ള ഡയറ്റൊക്കെ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് സെലിബ്രിറ്റീസ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി അവരുടെ ബോഡിയിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ, അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പൊട്ടൻഷ്യൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്താ പറയണേ ഈ ട്രെൻഡിന് പുറകെ ചാടുകയും ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ്സ് ബെനിഫിഷ്യൽ ആണോ, അല്ലെങ്കിൽ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ബയോകെമിക്കലി സീറോ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് പോലും ഫുഡിൽ നിന്ന് കിട്ടാണ്ട് നമ്മുടെ ബോഡിക്ക് എന്താ പറയുക സർവൈവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോ രാവിലെ ഇപ്പം പുട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ അപ്പം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, അല്ലെങ്കിൽ വൈകിട്ട് ചോറ് കഴിക്കുന്നു, അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു ഡേ ഒരു മലയാളിയുടെ ഒക്കെ ഒരു എന്താ പറയുക ഒരു ഡേയിലെ ഫുഡ് ഇൻടേക്ക് നോക്കുവാണെങ്കിൽ അതിൽ മെജോറിറ്റി കാർബോഹൈഡ്രേറ്റ്സ് ആണ്. മനസ്സിലായോ? ഒരു ഹെൽത്ത് ഒക്കെ നോക്കാത്ത ഒരാൾ കൂടിയാണ് ഒരു ടിപ്പിക്കൽ മല്ലു ഗായ് അല്ലെ ഒരു മല്ലു അങ്കിൾ അല്ലെങ്കിൽ ഒരു മല്ലു ആന്റി ഒക്കെ നോക്കുവാണെങ്കിൽ അവരുടെ ഡയറ്റിൽ എന്താ പറയുക മെജോറിറ്റി കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പൊ ഇത്രയും നമ്മൾ ഈ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എന്താ പറയണ ഇത്രയും നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം, ഇപ്പൊ നിങ്ങൾ സ്വീറ്റ്സ് കഴിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഷുഗർ കഴിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ലഡു കഴിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നുണ്ടല്ലോ, ഇതുമെല്ലാം എന്താ പറയണ മെജോറിറ്റി ഉള്ളത് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതൊക്കെ പിന്നെ കുറെ കൂടി റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കൂടിയാണ്. അപ്പൊ ഇത്രയും നമ്മൾ ഈ കഴിക്കുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ എന്താ പറയണ സീറോ, അതായത് 1 ഗ്രാം പോലും ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്താ പറയണേ സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്തിനാണ് ഇത്ര ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ കുറച്ചു പേരെങ്കിലും ഒക്കെ വിചാരിക്കുന്നുണ്ടാവും, അല്ല കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് മാത്രമല്ല നമുക്ക് എനർജി കിട്ടത്തുള്ളൂ, അതല്ലാണ്ട് നമ്മുടെ ബോഡിക്ക് എങ്ങനെ എനർജി കിട്ടുന്നത്? നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടാനായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് തന്നെ വേണം എന്നങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടാനായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് മാത്രം കിട്ടിയാലേ എനർജി വരുന്നുള്ളൂ എന്നൊന്നുമില്ല. അങ്ങനെ ഒരു നിർബന്ധം, അങ്ങനെ വാശി പിടിക്കുന്ന ഒരാളൊന്നുമല്ല നമ്മുടെ ബോഡി. നമ്മുടെ ബോഡിക്ക് കാർബോഹൈഡ്രേറ്റ്സ് തന്നെ കിട്ടിയാലേ ഞാൻ വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എനർജി ഇല്ലാണ്ടിരിക്കും, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ബോഡിക്ക് പ്രോട്ടീനിൽ നിന്നും അതുപോലെ തന്നെ ഫാറ്റിൽ നിന്നും എന്താ പറയണേ എനർജി അഥവാ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പറയുന്ന പ്രോസസ്സാണ് ഗ്ലൂക്കോജെനിസിസ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിലൂടെ എന്താ പറയണേ ഇപ്പൊ സീറോ കാർബ്സ്, സീറോ ഗ്രാം, നോട്ട് ഈവൻ 1 ഗ്രാം. നമ്മുടെയൊക്കെ ഡയറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മേ ബി 400 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ്, 500 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ്, ഇതൊക്കെ ആയിരിക്കും ഒരു അളവ്. മനസ്സിലായില്ല? അപ്പൊ അത്രത്തോളം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നത് നമുക്ക് എന്താ പറയണേ സീറോ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ പോലും എന്താ പറയുക നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി ഫാറ്റിൽ നിന്നും അതുപോലെ തന്നെ പ്രോട്ടീനിൽ നിന്നും എടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് കീറ്റോൺസ് ഫ്യൂവലായിട്ട് എടുക്കാൻ പറ്റും. അതായത് ലിവറിൽ നിന്നുള്ള ഫാറ്റ് കൊണ്ട് തന്നെ ബോഡിക്ക് എന്താ പറയണേ കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന കീറ്റോൺസ് നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിനും എന്താ പറയുക ആ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് എല്ലാം ഒഴിവാക്കി ഒരു ലോ കാർബോഹൈഡ്രേറ്റ് പോകുന്നവർക്ക് കണ്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. ഒരുപാട് പേര് ഈ ട്രെൻഡിന് പുറകെ പോകുന്നുണ്ടല്ലോ, ഒരുപാട് സെലിബ്രിറ്റീസ്, ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകണമല്ലോ. അപ്പൊ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് ഞാൻ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ കാർബോഹൈഡ്രേറ്റ്സ് അങ്ങ് ഒഴിവാക്കിയപ്പോൾ ഒരുപാട് ആൾക്കാരും എന്താ പറയണേ വെയിറ്റ് ലോസ് കണ്ടു. അതായത് അവരുടെ വെയിറ്റ് എന്താ പറയണ പെട്ടെന്ന് അങ്ങ് കുറയുന്നു. അപ്പൊ പെട്ടെന്ന് കുറയുന്നതിന്റെ മെജോറിറ്റി റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഇപ്പോൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഏകദേശം ഒരു 3 ഗ്രാം വാട്ടർ, അതായത് 3:1 എന്നുള്ള റേഷ്യോയിലാണ് അവർ ബൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയണ കാർബോഹൈഡ്രേറ്റ് ബോഡിയിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റ് അത് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയണ ഒരു നല്ല വെയിറ്റ് ലോസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ എത്രത്തോളം ഫാറ്റ് ആണെന്നുള്ളത് വേറെ കേസ്. അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് പോകുമ്പോഴത്തേക്കും ഒരുപാട് അവരുടെ ഹെൽത്ത് മാർക്കേഴ്സിൽ ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. എന്നുവെച്ചാൽ എന്താ പറയുക അവർക്ക് ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സ്പൈക്കും കാര്യങ്ങളും എല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ടും അതുപോലെ എന്താ പറയുക ആ ഒരു എനർജി എല്ലാം കൺസേർവ് ചെയ്യാനുള്ള ഒരുപാട് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പൊ നല്ല പ്രോസസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ നിങ്ങളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ബേക്കറി പോയി അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയണ ഒരു പേസ്ട്രി കഴിച്ചു. അപ്പൊ കഴിക്കുന്ന ടൈമിൽ ഓക്കെ നമുക്ക് ആ ഒരു ഫുഡ് കഴിച്ചതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക നമുക്ക് വീണ്ടും
ഒരു ഉറക്കം തൂങ്ങിയ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലോട്ട് എന്താ പറയുക, ലൈക്ക് അത് ഹൈലി പ്രോസസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് അത് ഈസിലി അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു സ്പൈക്കാണ്, ഒരു റോക്കറ്റ് പോകുന്ന പോലെയാണ്. അതായത് എന്താ പറയുക, നമ്മുടെ ആ ഒരു പെട്ടെന്നൊരു എനർജി സ്പൈക്കാണ്. മനസ്സിലായില്ലേ? അതുപോലെ നമുക്കൊരു പൊട്ടിത്തെറിക്കുന്ന പോലൊരു എനർജിയാണ്. പക്ഷേ എന്താ പറയണ, അത് അങ്ങനെ പൊക്കോണ്ടേ ഇരിക്കത്തൊന്നുമില്ല. മനസ്സിലായില്ല? അതങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും താഴോട്ട് വരും. അത് നമ്മളൊരു എന്താ പറയുക, ഒരു പടക്കമൊക്കെ നമ്മൾ കത്തിച്ച് മുകളിലോട്ട് ഇടുകയാണെങ്കിൽ അത് മുകളിലോട്ട് അങ്ങ് പൊക്കോണ്ടേ ഇരിക്കത്തില്ല. പോയി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ തിരിച്ചു വരും. അപ്പൊ അതുപോലെ ഇത് എത്രത്തോളം സ്പീഡിൽ പോകുന്നു അത്രത്തോളം സ്പീഡിൽ തന്നെ തിരിച്ചു വരും. മനസ്സിലായില്ലേ? ഇഫ് ദർ ഇസ് എ ഹൈ ദർ ഇസ് എ ലോ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് തന്നെ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന എനർജിയൊക്കെ ബൂസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നേക്കും ആ ഒരു കിക്ക് കിട്ടില്ല. എത്രത്തോളം കയറിപ്പോയോ അതേ സ്പീഡിൽ തിരിച്ചിറങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയണേ, നമുക്ക് ആ ഒരു എന്താണ് ഭയങ്കര ഒരു വേരിയേഷൻ ആയിരിക്കും നമ്മുടെ എനർജി ലെവലിൽ. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ, ഈ ബ്ലഡ് ഷുഗർ സ്പൈക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താണ് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റ്സ് ക്രേവിങ്സ് അതൊക്കെ നമുക്ക് ഒരു പരിധിവരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും പല ആൾക്കാർക്കും പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മെന്റലി നോക്കുവാണെങ്കിൽ പല ആൾക്കാർക്കും എന്താ പറയണ, ഒരു എന്താണ് ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി കിട്ടുന്നത് കൊണ്ട് തന്നെ എന്താ പറയണ, ലൈക്ക് ഇങ്ങനെ സ്പൈക്സ് ഒന്നും വരുന്നില്ല. സ്റ്റേബിൾ എനർജി ആയതുകൊണ്ട് തന്നെ എന്താ പറയണ, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് കൂടുതൽ മെന്റൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ കുറെ കൂടി കാര്യങ്ങൾ വളരെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇപ്പം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ആണെങ്കിൽ എന്താ പറയണേ, ഈ ഒരു കാർണിവോർ അല്ലെങ്കിൽ എന്താ പറയുക, ലോ കാർബ് ഡയറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് എന്താ പറയുക, ഈ ഒരു കാർണിവോർ ഡയറ്റ് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഈ അപ്പം ചപ്പാത്തി എന്താ പറയണ, ഈ ചോറ്, ലൈക്ക് പുട്ട്, ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള ഒരുപാട് ഫുഡ് ഗ്രൂപ്പ്സ് എന്താ പറയണ ഒറ്റടിക്ക് കട്ട്. അതായത് പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കുന്നേ ഇല്ല. അപ്പൊ എന്താ സംഭവം, നമുക്ക് പിന്നെ കഴിക്കാനുള്ള ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു ബേക്കറിയിൽ പോയി നമുക്ക് എന്താ പറയുക, അവിടെ പോയിട്ട് നമുക്ക് എന്താ പറയുക, ഒരു പപ്സ് കഴിക്കാൻ മേല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പേസ്ട്രി കഴിക്കാൻ മേല, ഒരു കേക്ക്, ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ അതെല്ലാം എന്താ പറയണേ നമുക്ക് കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്തെല്ലാം നല്ല രീതിയിൽ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ്, വെറുമല്ല റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ അത്ര ഡേഞ്ചറസ് സാധനമാണ് അമ്മമാർക്കുള്ളത്. അപ്പൊ നമുക്ക് അതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചോയ്സസേ ഉള്ളൂ. എന്തൊക്കെയാണ്? നമുക്ക് മീറ്റ് കഴിക്കാം. മീറ്റ് തന്നെ പല ടൈപ്സ് ഉണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസേ ഉള്ളൂ കഴിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയണേ, നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താ പറയണ, ഒരു മോശം ഫുഡ് ആവാതിരിക്കാനുള്ള ചാൻസസ് ആർ ഹയർ. നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഫുഡ് എന്താ പറയണ, നമ്മുടെ ബോഡിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ള ഫുഡ് ആവാനാണ് കൂടുതൽ ചാൻസും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സിനെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ ആയിരിക്കും മുൻപന്തിയിൽ ഉണ്ടാവുന്നത്? നമ്മുടെ ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീനാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അപ്പൊ പ്രോട്ടീൻ എന്താ പറയണ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു വെയിറ്റ് ലോസ് ഫേസിലാണെങ്കിലും എന്താ പറയണ, നമ്മുടെ ആ ഒരു മസിൽ മാസ് പ്രിസർവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണെങ്കിൽ എന്താ നമുക്ക് ആ ഒരു സറ്റൈറ്റി, അതായത് ഓക്കെ ഐ ആം ഫുൾ, ഐ ആം ഹാപ്പി, ഫുഡ് കഴിക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടല്ലോ. എന്ത് ചെയ്താലും ഒരു സംതൃപ്തി ഉണ്ട്, അതിലെ കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്താ പറയണ, ഈ ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ ഒരു സറ്റൈറ്റി, അതായത് ആ ഒരു സംതൃപ്തി അതുണ്ടാവും, അത് കൂടുതലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ ഒരു ഓവർ ഈറ്റിങ്ങിൽ നിന്ന് ഒരു നല്ല പരിധി വരെ ഈ പറയുന്ന ലോ കാർബ് ഡയറ്റ് ഹെൽപ്പ് ചെയ്തതായിട്ടും ഒരുപാട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കീറ്റോ ഡയറ്റും കാർബോ ഡയറ്റിന്റെയും ഒരു വ്യത്യാസം പറയുവാണെങ്കിൽ, കീറ്റോ ഡയറ്റിൽ ഒരു ലെസ് ദാൻ ഒരു 50 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് അത്രത്തോളമൊക്കെ കഴിക്കാം. പക്ഷെ കാർബോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതായത് എന്താ പറയുക, എത്രത്തോളം കാർബ് ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിവാക്കുക. അതായത് ആകെപ്പാട് നമ്മൾ ഈ ആനിമൽ പ്രൊഡക്ട്സ് മാത്രമാണ് കഴിക്കുന്നത്. അതായത് നമ്മുടെ ഇൻഫമസ് ലിവർ കിങ്ങിനൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ പുള്ളിയൊക്കെയാണ് ഫുൾ ഈ കാർബോ ഡയറ്റിന്റെ പ്രൊമോഷൻ ആയിരുന്നു. അപ്പൊ അതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പൊ ഉണ്ട്. അപ്പം എന്താ പറയണ, ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കി അവരുടെ ജീവിതം എന്താ പറയണ, ലൈക്ക് ഉൾട്ട കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയി, എല്ലാം ഹാപ്പി എൻഡിങ്, അത് ജീവിതം തന്നെ മാറി പറഞ്ഞ് കാർണിവോർ ഡയറ്റ് എടുത്തപ്പോൾ അങ്ങനെയാണ് പല ആൾക്കാരും പറയുന്നത്. കീറ്റോ ഡയറ്റിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, മിൽക്ക്, എഗ്സ്, അങ്ങനെ ഡയറി പ്രൊഡക്ഷനിലൊക്കെ കഴിക്കാം. ലൈക്ക് അങ്ങനെ ഒരു അതുപോലെ തന്നെ കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ഓപ്ഷനാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കുറച്ചെങ്കിലും ഒരു ഫൈബർ ഒക്കെ കിട്ടും. പക്ഷെ കാർബോ ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫൈബറിന്റെ കാര്യം വളരെ ലോ ആണ്, ക്ലോസ് ടു 0. അപ്പൊ അത്രത്തോളം കുറവാണ്. അപ്പൊ അങ്ങനെ കുറച്ച്
പ്രശ്നങ്ങളും ഉണ്ട് ഈ പറഞ്ഞ സംഭവത്തിൽ. അപ്പൊ നമുക്ക് മൊത്തത്തിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. അതായത് എന്താ, ഒന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ എന്താ പറയുക 3 നേരം അല്ല 4 നേരം വലിച്ചു വാരി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡിക്ക് എന്താ പറയുക കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബോഡി സർവൈവ് ചെയ്യും. രണ്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കിയിട്ട് ഒരുപാട് പൊട്ടൻഷ്യൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാട് ആൾക്കാർക്ക് കണ്ടെത്താൻ സാധിച്ചു. അപ്പൊ ഇത് രണ്ടും തന്ന സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് കൂടി ഞാൻ തരാം. അതായത് എന്താ പറയുക, നമ്മുടെ മംഗോളിയയിലുള്ള ഇന്യൂട്ട് അല്ലെങ്കിൽ മാസായി എന്നൊക്കെ പറഞ്ഞ പോപ്പുലേഷൻസ് അവരെന്താ പറയുക ഒരു പല തലമുറകളായിട്ട്, അതായത് ജനറേഷൻസ് ആയിട്ട് എന്താ പറയണ വളരെ ലോ കാർബ് ഡയറ്റ് കഴിച്ചിട്ടാണ് സർവൈവ് ചെയ്തു വന്നത്. അതായത് ഒറ്റ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സെലിബ്രിറ്റീസിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, അവരിപ്പോ ഒരു 6 മാസം ഒരു ഡയറ്റ്, അടുത്ത 6 മാസം വേറൊരു ഡയറ്റ്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ലൈക്ക് അവരൊരു പ്രൊമോട്ട് ചെയ്യുന്നത് പോലെയാണ് പലപ്പോഴും. അതായത് അവരൊരിക്കലും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിലൊന്നും ഒരു എവിഡൻസ് നമുക്ക് ഒരു സ്ട്രോങ് എവിഡൻസ് മേ ബി പറയാൻ പറ്റില്ല. അപ്പൊ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നോക്കുവാണെങ്കിൽ പോലും പല പോപ്പുലേഷൻസും ജനറേഷൻസ് ആയിട്ട് പല തലമുറകളായിട്ട് എന്താ പറയണ അവർ ഈ കാർണിവോർ അല്ലെങ്കിൽ എന്താ പറയുക വളരെ കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് കൺസംഷൻ കൊണ്ട് തന്നെ സർവൈവ് ചെയ്തു വന്നതായിട്ടുള്ള നമുക്ക് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ കാർബോഹൈഡ്രേറ്റ്സിന് ഞാൻ കുറ്റം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനും എന്താ പറയുക ഇപ്പൊ നമ്മള് ലിവർ കിങ്ങിനെ പോലെ അല്ല, നമ്മുടെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വേറെ ഒരുപാട് മലയാളി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതായത് എന്താ പറയുക കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണം, ഒരു തരി പോലും കഴിക്കരുത്, അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, ഫൈബർ വേണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരെ പോലെയാണ് ഞാനും, അല്ലെങ്കിൽ ആ ഒരു ഡയറ്റാണ് ഞാനും ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമേ അല്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് കാർബോഹൈഡ്രേറ്റ്സ് എന്താ പറയുക അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും അതിനേക്കാളും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് എനിക്ക് കാർബോഹൈഡ്രേറ്റ്സ് എന്താ പറയുക ഒരു അവോയ്ഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇമാജിൻ ചെയ്യാൻ തന്നെ ഒരുപാട് പാടാണ്. വെച്ചാൽ ഞാൻ ഒരുപാട് ഓവറായിട്ട് കഴിച്ചിരുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ ഒരുപാട് കുറച്ച് കൊണ്ടുവന്നു. ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ എന്താണ് ഒരു ഈസിലി ഒരു 350 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് പെർ ഡേ ഈസിലി അതിന് മുകളിൽ കഴിക്കുന്നുണ്ട്. അപ്പം അത്രയും കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അത്രയ്ക്ക് ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയണ ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കാതിരിക്കുന്നു? അപ്പൊ അതിനുള്ള റീസൺസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാനൊരു ഓർമ്മ വെച്ച് കാലം തൊട്ട് എന്താ പറയുക അത്യാവശ്യം നല്ല ഹൈ ഇന്റൻസിറ്റിയിൽ വർക്ക്ഔട്ട് ചെയ്ത ഒരാളാണ്. ലൈക്ക് എന്താ പറയുക ഇപ്പൊ ഈവൻ വെയിറ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, അതിന് മുമ്പ് തൊട്ട് എന്താ പറയുക അത്യാവശ്യം നല്ല ഹൈ ഇന്റൻസിറ്റിയിൽ ഇപ്പൊ റണ്ണിങ് ആണെങ്കിലും സ്പ്രിന്റ് ലൈക്ക് അങ്ങനെ സ്പ്രിന്റിങ് ആണെങ്കിലും അങ്ങനെ എന്ത് സൈക്ലിംഗ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എന്താ പറയുക ഈ കാർബോഹൈഡ്രേറ്റ്സ് വളരെ ബെനിഫിഷ്യൽ ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന അനോറോബിക് എക്സസൈസിന് എല്ലാത്തിനും എന്താ പറയുക ഈ കാർബോഹൈഡ്രേറ്റ് ആണ് പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. മനസ്സിലായോ? നമുക്ക് ആ ഒരു നല്ലൊരു എനർജി ഉണ്ടാവും. ലൈക്ക് ആ ഒരു ഇത്രയും കാർബ് കഴിച്ചിട്ട് നമ്മൾ പുഷ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഡിഫറൻസ്. ഇപ്പോൾ ഒരു കാർബും കഴിക്കാണ്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും നല്ലപോലെ കാർബ് നല്ലപോലെ എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് കഴിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ഓഫ് കോഴ്സ് ദർ വിൽ ബി ഡിഫറൻസ്. മനസ്സിലായോ? അപ്പം ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാനും പറ്റും, എൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഞാനൊരു വലിയൊരു കാലറി സർപ്ലസിലോട്ട് പോകുന്നുമില്ല. അപ്പം അതുപോലെ തന്നെ ഹൈ ഇൻറ്റൻസിറ്റിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് there is benefits. ഇപ്പോൾ ഒരു ലോ ഗ്ലൈക്കോജനൊക്കെ ആണ് നമ്മുടെ ബോഡിയിലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു എനർജി കുറവ് ഫീൽ ചെയ്യാം. അതുപോലെ പെട്ടെന്ന് ഫറ്റീഗ് അല്ലെങ്കിൽ ഒരു ഹിറ്റ് ദി വോൾ, അതായത് നമ്മൾ ആ ഒരു ലൈക്ക് ഒരു എനർജി ഉണ്ടല്ലോ നമുക്ക് ആ കുറേ നേരം കീപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. നമുക്ക് പെട്ടെന്ന് എന്താണ് ആ ഒരു ഡ്രോപ്പ് അങ്ങ് വരും. മനസ്സിലായില്ല? നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യാത്ത ഒരാൾക്ക് മേ ബി അത് അത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ഒരു അത്യാവശ്യം ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഈസിലി നിങ്ങൾ ഇത് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും മോസ്റ്റ് പ്രോബബ്ലി. അതുപോലെ തന്നെ ചില സ്റ്റഡീസിൽ എന്താ പറയണേ ഈ പറയുന്ന ഗ്ലൈക്കോജൻ നമ്മുടെ കോർട്ടിസോൾ അതായത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ ഈ പറഞ്ഞ ടൈമിൽ റെഡ്യൂസ് ചെയ്യുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് എന്താ പറയണേ ഈ കാർബോഹൈഡ്രേറ്റ്സ് ശരീരത്തിൽ ഇല്ലെങ്കിൽ ഈ നമ്മൾ ഈ കഴിക്കുന്ന നമ്മൾ എത്രയൊക്കെ പ്രോട്ടീൻ കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ബോഡിക്ക് എന്താ പ്രൈമറി റോൾ എന്ന് പറയുന്നത് മസിൽ ബിൽഡിംഗ് അല്ല. ഫസ്റ്റ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ബോഡിക്ക് പ്രൈമറി നമുക്ക് എന്താ വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി വേണ്ടേ? അപ്പൊ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചില്ലെങ്കിൽ ബോഡി എനർജി എവിടെ നിന്ന് എടുക്കുന്ന? പ്രോട്ടീനിൽ നിന്ന്. ഓൾറെഡി നമ്മൾ മലയാളികൾ എന്താ പറയുക പ്രോട്ടീൻ്റെ കാര്യത്തിൽ പണ്ട് തൊട്ടേ വളരെ എന്താ പറയുക ഒരു ശോചനീയമായ അവസ്ഥയിലാണ്. വളരെ കുറവാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ ആ പ്രോട്ടീൻ എന്താ പറയണേ നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ അതായത് എനർജി ആയിട്ട് കൂടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയണേ നമുക്ക് കാർബ് ആവശ്യത്തിന് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എനർജിക്ക് കാർബ് പോവും, നമ്മുടെ മസിൽ ബിൽഡിങ്ങിനും കാര്യങ്ങൾക്കും എന്താ പറയണേ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യും.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോട്ടീനിൽ ഒരു കുറവ് വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനും ഈ ഹൈ ആയിട്ടുള്ള ട്രെയിനിങ്ങിന്റെ ടൈമിൽ ആ ഒരു എന്താണ് ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ആ ഒരു മെന്റലി നമുക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാനെല്ലാം എന്താണ് ഒരുപാട് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല, ലെറ്റ് അലോൺ ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ്, ഞാൻ വർക്കൗട്ട് പോയിട്ട് എന്താ പറയുക ഞാൻ ഈ സീറ്റിൽ നിന്ന് എണീക്കുന്ന പോലെയല്ലേ, രാവിലെ ഒട്ടി ചുമ്മാ ഇരിക്കുകയാണ്. സോ അപ്പൊ ഈ പറഞ്ഞ എനിക്ക് എന്താ പറയുക ഈ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നല്ല ഫുഡ് ചോയ്സസിലൂടെ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക. അതിന് ഫസ്റ്റ് റീസൺ ആയിട്ട് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അതായത് നമ്മളൊരു ദിവസം എന്താണ് ഒരു 30 to 40 gram ഫൈബർ പെർ ഡേ, എത്രയൊക്കെ പ്രോട്ടീൻ കഴിച്ച് എത്രയൊക്കെ നല്ല ഫാറ്റ്സ് കഴിച്ചെന്നൊക്കെ പറഞ്ഞാലും പെർ ഡേ ഒരു 30 to 40 gram ഫൈബർ കഴിക്കണം. എങ്കിലേ നമ്മളെ എന്താ പറയുക നമ്മുടെ ലൈക്ക് എന്താ പറയുക പ്രഭാത കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ. മനസ്സിലായില്ലേ? തടസ്സങ്ങൾ ഇല്ലാണ്ട് തന്നെ പോണത് 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. അപ്പം അങ്ങനെ പോകണമെങ്കിൽ എന്താ പറയണ നമ്മൾ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ഫൈബർ ഇൻടേക്ക് നോക്കണം. അപ്പൊ ഈ ഫൈബർ കിട്ടണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രോട്ടീനിൽ നിന്നോ അല്ല ഫാറ്റ്സിൽ നിന്നോ ഒന്നും കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നമുക്കുള്ള മാർഗം എന്താണ്? അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഫ്രൂട്ട്സിൽ നിന്ന് അല്ലെങ്കിൽ വെജീസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഗ്രെയിൻസിൽ നിന്ന് ലെഗ്യൂംസിൽ നിന്ന് ലൈക്ക് അപ്പൊ അങ്ങനെയൊക്കെ കഴിച്ചാലും നമുക്ക് എന്താ പറയുക ആ ഒരു നമ്മുടെ ഡൈജഷനും അതുപോലെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ നടന്നില്ലെങ്കിൽ എന്താ പറയുക ലൈക്ക് ഒരു നല്ല ഡൈജഷൻ ഇല്ലെങ്കിൽ ആ ഒരു ദിവസം തന്നെ പോയില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാനുള്ള പ്രൈമറി റീസൺ ആണ് ഫൈബർ കണ്ടന്റ്. അതുപോലെ തന്നെ മറ്റൊരു റീസൺ ആണ് നമ്മുടെ ഈ എന്താ പറയുക നമ്മൾ വൈഡ് വെറൈറ്റി ഫുഡ് കഴിക്കുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ എന്താ പറയുക മൈക്രോ ന്യൂട്രിയൻസും കുറെ കൂടി ഈസിലി നമ്മുടെ ബോഡിക്ക് കിട്ടുവാണ്. നമ്മളല്ലാണ്ട് എന്താണ് ഇപ്പോൾ കുറെ ലൈക്ക് ഫുഡ് ഐറ്റംസ് ഓക്കെ നിങ്ങൾ വേണ്ട നോ പറയുമ്പോൾ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. എന്തിനാണ് ഈ പണ്ട് തൊട്ട് നമ്മൾ കൊച്ചു ക്ലാസ്സിലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ ലൈക്ക് അതിൻ്റെയുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുമ്പോൾ എന്താ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് കിട്ടാനുള്ള ചാൻസസ് ആർ റിയലി ഹൈ. ഒരു ലോ കാർബ് ഡയറ്റ് പോവുകയാണെങ്കിൽ വിറ്റാമിൻ സി, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോളേറ്റ്, ഫൈറ്റോ ന്യൂട്രിയൻസ് അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് മിസ്സാവാനുള്ള ചാൻസസ് ആർ റിയലി ഹൈ. അപ്പൊ നമ്മളങ്ങനെ മിസ്സാക്കേണ്ട കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് അത്യാവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക. പിന്നെ മറ്റൊരു റീസൺ ആണ് ഇലക്ട്രോലൈറ്റ്സിലുള്ള ലോസ്. അതായത് എന്താ പറയുക നമ്മൾ ഈ വളരെ ലോ ആയിട്ടുള്ള കാർബ് കഴിക്കുമ്പോഴത്തേക്കും അല്ല ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കിഡ്നി എന്താ കൂടുതലായിട്ടും സോഡിയം വാട്ടറും എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പൊ എന്താണ് അവിടെ ഒരു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ പറയണേ ഹെഡേക്ക്, ഫറ്റീഗ്, ഡിസീനസ്, നോസിയ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ വെറുതെ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പെർഫോമൻസിലുള്ള ആ ഒരു പുള്ള്, ആ താഴെയുള്ള ഒരു പുള്ള് നമുക്ക് ഒരു നെഗറ്റീവായുള്ള ഒരു എഫക്റ്റ് ആണ്. നമ്മുടെ ആ പെർഫോമൻസ് ഒക്കെ ഡിക്രീസ്ഡ് ആവും, നമ്മുടെ സ്റ്റാമിന കുറയും. വെറുതെ എന്തിനാണ് നമ്മുടെ സ്റ്റാമിന ഒക്കെ കുറയ്ക്കുന്നത്? അതൊക്കെ ഹൈ ആയിട്ടിരിക്കട്ടെ. പിന്നെ ലോങ് ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇനീഷ്യലി നിങ്ങൾ ഒരു ലോ കാർബ് ഡയറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഫീൽ ചെയ്യുന്ന ഒരു ബ്രെയിൻ ഫോഗ് ആണ്. അതായത് ഒരു മെന്റലി ഉള്ള ഒരു ക്ലാരിറ്റി ലൈക്ക് ഇൻ ദ ലോങ് റൺ മേ ബി നിങ്ങൾക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ട് കിട്ടിയാലും ആദ്യത്തെ കുറെ നാൾ എന്താ പറയുക നിങ്ങൾക്ക് ഒരു ബ്രെയിൻ ഫോഗ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ഒരു ഡിസീനസ്, ആ ഒരു നമുക്ക് ആ ഒരു ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ മൊത്തത്തിൽ ആ ഒരു താളം തെറ്റിയതുപോലെ കിടക്കും. അതുപോലെ തന്നെ ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫീറ്റൽ ബ്രെയിൻ ഗ്രോത്തിന് ഏറ്റവും വേണ്ട ഒരു സാധനമാണ് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ അങ്ങനെയും അവിടെ റിക്വയർമെന്റ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ തുടങ്ങിയാൽ എന്താ പറയണ നിങ്ങൾക്കുള്ള ഫുഡ് ചോയ്സസ് അത് കുറെ പേര് അത് അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നുണ്ട്. അത് വളരെ കുറച്ച് ഫുഡ് എനിക്ക് ഓപ്ഷൻ സോ എന്താ പറയുക ലൈക്ക് ദ ചാൻസ് ഓഫ് മീ ഹാവിങ് ആൻ എറർ വളരെ ലെസ് ആണ്. പക്ഷേ മെജോറിറ്റി ആൾക്കാർക്ക് എന്താ പറയുക ലൈക്ക് അത്രയും ഒരു ക്യാഷ് അല്ലെങ്കിൽ അത്ര ഒരു ഫുഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടായെന്ന് വരില്ല. അപ്പം നമ്മളെന്താണ് ഒരുപാട് ഫുഡ് ഈ കാർബിൻ്റെ പേരും പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഓപ്ഷൻസ് വളരെ ലോ ആണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് വേണ്ട, അല്ലെ ലിമിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ട്വൈസ് ഇൻ എ മന്ത് ആ ഒരു ഫ്രീക്വൻസിയിലോട്ട് പോവുക. കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ കഴിക്കണം. ലൈക്ക് അത് നമ്മുടെ ബോഡിക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള എനർജി തരും. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യണം നമ്മൾ മാക്സിമം കഴിക്കണം. മാക്സിമം എന്നല്ല ഒരു റിക്വയർഡ് ലിമിറ്റിൽ വെച്ചുകൊണ്ട് നമ്മൾ കഴിക്കണം. അത് നമ്മുടെ ബോഡിക്ക് ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എനർജി തരും. നമുക്ക് എന്താണ് ആ ഒരു സീസോ എഫക്റ്റ് വരില്ല എനർജി ലെവൽസിൽ.
അതുപോലെ തന്നെ നമുക്ക് എന്താ ഫൈബർ കിട്ടും, അത്യാവശ്യം നല്ല ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ കയറുന്നു. നമുക്ക് എല്ലാ ഫുഡും എൻജോയ് ചെയ്യണം. നമ്മൾ ലൈക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തിനാ പറയുക, നമ്മൾ കുറേ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് ഒരു ലിമിറ്റിൽ വെച്ചുകൊണ്ട് എൻജോയ് ചെയ്യുക. നമ്മൾ ഒന്നിനും എന്താണ് ഒരു റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം കാർബോഹൈഡ്രേറ്റ്സ് നമ്മളെ എന്താ പറയുക അങ്ങനെ ഭയങ്കര സീരിയസ് ആയുള്ള നെഗറ്റീവ് എഫക്റ്റ് ഉള്ള സാധനമൊന്നും അല്ല നമ്മുടെ ബോഡിക്ക്. നമ്മളത് ഓവർ ആവുന്നതുകൊണ്ടാണ്, അതായത് അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ നമ്മൾ ഓവർ ആക്കുന്നത് കൊണ്ട്, എസ്പെഷ്യലി നമ്മൾ മലയാളികൾ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. സോ നമ്മൾ എന്താ പറയുക, കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നു, അത്യാവശ്യത്തിന് കഴിക്കുന്നു, നല്ല ഫൈബറുള്ള ഫുഡ് കഴിക്കുന്നു. ലൈക്ക് നമ്മൾ എല്ലാ ഫുഡും എൻജോയ് ചെയ്ത് കഴിക്കുക. ലൈക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം എല്ലാവർക്കും എന്താ പറയുക, ലൈക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഫുഡ് കഴിക്കാൻ. അപ്പം നമ്മൾ മാക്സിമം എല്ലാ വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കുക വിത്തിൻ ദ കാലറി ലിമിറ്റ്. അത് നിങ്ങൾക്കൊരു ഓർമ്മ ഉണ്ടാവണം. നമ്മൾ കഴിക്കാന്ന് ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ടല്ല, ആ ഒരു കാലറി ലിമിറ്റിൽ വെച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പം ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എന്താ പറയണേ, നമുക്ക് ബോഡി ഫാറ്റ് ലൂസ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും, എല്ലാം മൈക്രോ ആൻഡ് മാക്രോ എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒന്നില്ല ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയുള്ള സ്റ്റേജിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പറയുവാണ്, ഓക്കെ നിങ്ങൾ എന്താ പറയണേ, ഈ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം കട്ട് ചെയ്യുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ളൊരു സ്റ്റേജിലാണെങ്കിൽ ഓഫ് കോഴ്സ് സേ നോ ടു കാർബോഹൈഡ്രേറ്റ്സ്. പക്ഷെ അതല്ലാത്തടത്തോളം കാലം നമ്മൾ എന്തിനാ പറയണത്, നമ്മൾ ഈ പറയുന്ന നല്ല ഫുഡൊന്നും അങ്ങനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പ്രോസസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് സേനോ, അല്ലെങ്കിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? നമ്മുടെ ആ ഒരു ലിമിറ്റ്സിൽ നിർത്തി കഴിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ എന്നും ഞാൻ എപ്പോഴും എന്താണ്, നിങ്ങൾക്കൊരു പർട്ടിക്കുലർ കേസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്നും ഫോളോ ചെയ്യേണ്ടത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്. നമുക്ക് സന്തോഷമായിട്ട് അത്യാവശ്യം എല്ലാ ഫുഡും തന്നെ കഴിക്കാം. എന്താ പറയുക, അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് വലിയ ചിലവില്ലാണ്ട് നമുക്ക് നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കാം. അതുപോലെ നമുക്ക് ഒരുപാട് ഫുഡ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ്, ഓക്കെ ഞാൻ ഒരു സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് ആ ഒരു ഫീലിങ്സ് എല്ലാം നമുക്ക് ഒരു നല്ല പരിധി വരെ കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഗ്രൂപ്പിൽ നിന്നും കഴിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡിൽ നിന്ന് നമുക്ക് മാറി, അല്ലെങ്കിൽ നമുക്കൊരു ലൈക്ക് ഒരു എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും കിട്ടും. ലൈക്ക് ഫുൾ ടൈം എനർജറ്റിക് ആയിട്ടിരിക്കാം, ഒരു മൈക്രോ ന്യൂട്രിയൻസിൽ നമുക്കൊരു ഡെഫിഷ്യൻസീസും വരില്ല. ലൈക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ബാലൻസ്ഡ് മീൽ കഴിക്കുക വിത്തിൻ ദ കാലറി ലിമിറ്റ്. എന്നിട്ട് നിങ്ങൾ ഇൻക്രീസ് യുവർ ആക്ടിവിറ്റീസ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ഈസ് സെറ്റ്.